ജെറുസലേമിലെ യേശുവിന്റെ കല്ലറയ്ക്ക് ചുറ്റും നിർമ്മിക്കപ്പെട്ട ചർച്ച് ഓഫ് ഹോളി സെപ്പുൾക്കർ എന്ന ദേവാലയത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായി 2016 ഒക്ടോബർ 26 രാത്രി വൻ ശാസ്ത്ര സംഘത്തിന്റെ സാന്നിധ്യത്തിൽ യേശുവിന്റെ കല്ലറ തുറക്കുകയുണ്ടായി. ആ സമയം കല്ലറയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നതായി അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. കല്ലറ തുറന്നപ്പോൾ ചുറ്റിനും അനുഭവപ്പെട്ട ഒരു പ്രത്യേകതരം വൈദ്യുത കാന്തിക വികിരണമാണ് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയത്. വാക്വം UV എന്ന ഈ വികിരണം മനുഷ്യനിർമ്മിതമായ ഒരു ഉപകരണങ്ങൾക്കും അളക്കാനാകാത്ത വിധം അത്രമേൽ ശക്തമായിരുന്നു. ഇതിൽ അമ്പരപ്പിക്കുന്ന മറ്റൊരു വസ്തുത അനവധി വാഗ്വാദങ്ങൾക്ക് വിഷയമായിരിക്കുന്ന ടൂറിനിലെ യേശുവിന്റെ തിരുക്കച്ചയുമായി തോന്നിയ സാമ്യമാണ്. ഒരു ലിനൻ തുണിയിൽ ഒരു മനുഷ്യ ശരീരം പതിയണമെങ്കിൽ 34,000 ബില്യൺ പ്രസരണശേഷിയുള്ള വൈദ്യുത കാന്തിക വികിരണം അനിവാര്യമാണ്. ശാസ്ത്ര സഹായത്തോടെ മനുഷ്യൻ വികസിപ്പിച്ച വാക്വം അൾട്രാവയലറ്റ് വികിരണങ്ങളെക്കാൾ 10 മടങ്ങ് കൂടുതലാണ് ഇത്. ഇത്രയും ശക്തിയേറിയ വൈദ്യുത കാന്തിക വികിരണമായിരുന്നു യേശുവിന്റെ കല്ലറ തുറന്നപ്പോൾ രൂപപ്പെട്ടത്. അതിനാൽ തന്നെ ഇറ്റലിയിലെ യേശുവിന്റെ തിരുക്കച്ച കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടതല്ല എന്നതിന് ഒന്നാന്തരം വാദമുഖമാണ് ജെറുസലേമിലെ യേശുവിന്റെ കല്ലറയിലുണ്ടായ വികിരണങ്ങൾ. ഇതുകൂടാതെ കല്ലറ തുറന്ന മാത്രയിൽ തന്നെ ആ പ്രദേശത്തായി വ്യാപിച്ച ഒരു പ്രത്യേക സുഗന്ധവും യേശുവിന്റെ കല്ലറയിൽ സന്നിഹിതരായിരുന്ന ശാസ്ത്ര സംഘമടക്കം സാക്ഷ്യപ്പെടുത്തി. ഈ അമ്പരപ്പിക്കുന്ന അത്ഭുത സത്യങ്ങൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. യേശുവിന്റെ ക്രൂശ് മരണവും പുനരുദ്ധാരണവും ചരിത്ര സത്യമെന്ന് തന്നെയാണ് ഇവയെല്ലാം വരച്ചു കാട്ടുന്നത്. അവൻ സത്യമായും മരണം വരിച്ച് മരണത്തെ ജയിച്ചിരിക്കുന്നു.